ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. കളി കാണാൻ കുറച്ച് വൈകിയെത്തിയ വയോധികൻ അവിടെ ഉണ്ടായിരുന്ന കുട്ടിയോട് ചോദിച്ചു, ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? അവൻ പറഞ്ഞു, അവർ 3, ഞങ്ങളുടെ ടീം 0. എന്നിട്ട് തോൽക്കാൻ പോകുന്നതിൻ്റെ നിരാശയൊന്നും നിൻ്റെ മുഖത്തില്ലല്ലോ? വയോധികൻ ചോദിച്ചു. കുട്ടി പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ ടീമിൽ വിശ്വാസമുള്ളത് കൊണ്ട് നിരാശയില്ല. പിന്നെ അവസാന വിസിലിന് മുമ്പ് എന്തിനാണ് തോറ്റു എന്ന് തീരുമാനിക്കുന്നത്? എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ്റെ ടീം 4-നെതിരെ 5 ഗോളുകൾക്ക് വിജയിച്ചു. പാതി വഴിയിൽ തോറ്റു പിന്മാറുന്നത് തുടക്കത്തെയും ഒടുക്കത്തെയും ഒരുപോലെ അവഹേളിക്കലാണ്. ഇടയ്ക്ക് വെച്ച് ഇടറി വീഴാനാണെങ്കിൽ പിന്നെ എന്തിനാണ് തുടക്കം കുറിച്ചത്? അവസാനിപ്പിക്കാൻ ഒരു കാരണം തേടുന്നതിനൊപ്പം തുടങ്ങാനുണ്ടായ കാരണത്തെക്കുറിച്ചും ചിന്തിക്കണം. തോൽക്കാതെ തോൽവി സമ്മതിക്കുന്നതാണ് തോൽവിയേക്കാളും വലിയ തെറ്റ്. അവസാനം വരെ പോരാടുന്നവന് ഒരു കച്ചിത്തുരുമ്പ് ലഭിക്കാതിരിക്കില്ല. കീഴടങ്ങാൻ മനസ്സില്ലാത്തവന് മുന്നിൽ പ്രകൃതിയും വിധിയും എല്ലാം അവസാനം കീഴടങ്ങും. തോറ്റുവെന്ന് സ്വയം തീരുമാനിച്ചുറപ്പിച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാകില്ല. എന്തിനാണ് സ്വയം വിസിലൂതി നേരത്തെ തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്? പാതി സമയത്തിൻ്റെ അർത്ഥം ഇനി പാതി സമയം കൂടിയുണ്ട് എന്നാണ്. ഇടവേളകളിൽ ഉണ്ടാകേണ്ടത് ഇച്ഛാഭംഗമോ വിഷാദമോ അല്ല, പുതിയൊരു ചുവടുവയ്പ്പുകളുടെ ആസൂത്രണമാണ്. എന്തുകൊണ്ട് പിന്നിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തലാണ് മുന്നോട്ട് പോകുന്നതിനുള്ള ആദ്യപടി. പിന്നെ തിരുത്താനുള്ള തൻ്റെ ഇടവും തോൽക്കില്ലെന്ന നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ അവസാന നിമിഷ അർത്ഥത്തിലും അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങളുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുക. കഠിനാധ്വാനത്തിലൂടെ ഏത് ലക്ഷ്യവും നേടിയെടുക്കാം. പോസിറ്റീവ് ചിന്താഗതി പ്രശ്നങ്ങളെ മറികടക്കാൻ സഹായിക്കും. തോൽവി സമ്മതിക്കാതെ പോരാടുക.